രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നത് ഉന്മേഷ നിമേഷ ഉത്പന്ന വിപന്ന ഭുവനാവള്ളി നമ. അല്ലയോ അമ്മേ, ആ മൂലപ്രകൃതിയെ, സ്പന്ദത്തെ, സൗന്ദര്യ സ്വരൂപമായിരിക്കുന്ന ആദിപരാശക്തിയെ സംബോധന ചെയ്തുകൊണ്ട് പറയാണ്, അമ്മയുടെ കണ്ണ് ഒന്ന് തുറക്കുമ്പോൾ ഉന്മേഷം, ഈ ലോകം, ഭുവനാവളി, ഈ പ്രപഞ്ച സമൂഹം, അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടാകുന്നു. അമ്മ കണ്ണൊന്ന് അടയ്ക്കുമ്പോൾ നിമേഷം, ഇവയെല്ലാം അമ്മയിൽ ലയിക്കുന്നു. ഇതിനിടയ്ക്ക് ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം അനന്തകോടി വർഷങ്ങളാണ്, അനന്തകോടി വർഷങ്ങളുടെ അനുഭവമാണ്. അങ്ങനെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ തൻ്റെ കണ്ണൊന്ന് തുറന്നടച്ച് അനന്തകോടി വർഷങ്ങളിലെ ആ പ്രവർത്തനങ്ങളെയും അനുഭവങ്ങളെയും എല്ലാം സർവ്വ ജീവരാശിക്കും നൽകി ലോകത്തെ മുഴുവൻ പ്രവർത്തിപ്പിക്കുന്ന ലളിതാ പരമേശ്വരി, അതാണ് ലളിതാ സഹസ്രനാമം നമുക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെ ഈ പ്രപഞ്ചത്തിലെ ഏതൊരു സ്ഥൂല ചലനവും നമ്മൾ വിചാരിക്കും ഇതിന് വേറെ ഒരു കാരണവുമില്ല എന്ന്. ഇതിൻ്റെ മുഴുവൻ ആസ്പദം അതാണ്. ആ ആസ്പദത്തിൽ നിന്നാണ് ഇതെല്ലാം നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഈ ചലനം എല്ലാവരിലും ഒരേ പ്രകാരത്തിലാണ്. അതിൻ്റെ പ്രകടനമാണ് നമ്മൾ ഗ്രഹങ്ങളിലൂടെ നവഗ്രഹങ്ങളിലൂടെ മനസ്സിലാക്കാനായിട്ട് ജ്യോതിശാസ്ത്രം എന്നുള്ള ശാസ്ത്രത്തിലൂടെ നാം ശ്രമിക്കുന്നത്. ഒരളവ് വരെയൊക്കെ നമുക്കത് മനസ്സിലാക്കാനും സാധിക്കും. അതിൻ്റെ സൂക്ഷ്മമായ രൂപം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അത് യോഗികൾക്ക് നേരിട്ട് കണ്ടറിയുവാനും സാധിക്കും. മുമ്പ് ഒരു ദിവസം നമ്മളിത് ഈ കാര്യം വിശദമായി ചിന്തിച്ചതുമാണ്. അങ്ങനെ ഈ ജഗത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന ആദിപരാശക്തിയാണ്. നമുക്ക് ഈ ചലനം എങ്ങനെ അനുഭവപ്പെടും? ഓരോ വ്യക്തിക്കും ഇന്ന് ഈ നിമിഷം ഗ്രഹങ്ങളുടെ എല്ലാ സ്ഥിതിയും ഒരേ പ്രകാരത്തിലാണ്. പക്ഷേ എല്ലാവർക്കും ഉണ്ടാകുന്ന അനുഭവമോ വ്യത്യസ്ത പ്രകാരത്തിലാണ്. ഈ ഗ്രഹങ്ങളുടെ സ്വാധീന ശക്തിയെ നമുക്ക് ഓരോരുത്തർക്കും എങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിയും എന്ന് നിശ്ചയിക്കുന്നത് നമ്മുടെ കർമ്മവാസനകളാണ്. ആ കർമ്മവാസനകളുടെ സ്വഭാവം അനുസരിച്ചാണ് നാം ഈ ചലനശേഷിയെ സ്വീകരിക്കുന്നത്. അതിനനുസരിച്ചാണ് നമ്മുടെ അനുഭവങ്ങൾ. കാലം ആർക്കും വിപരീതമല്ല, കാലം ആർക്കും അനുകൂലവുമല്ല. ഈ വിപരീത ഭാവവും അനുകൂല ഭാവവും കാലത്തിൽ ആരോപിക്കുന്നത് നമ്മുടെ കർമ്മബന്ധനങ്ങളാണ്. അത് അനേക ജന്മങ്ങളിലൂടെ നാം നേടിവെച്ചിരിക്കുന്നതുമാണ്. എല്ലാത്തിനും ആസ്പദം നമ്മളാണ്. ഈ അനുഭവങ്ങൾ നമ്മുടെ കർമ്മബാധ്യതയ്ക്കനുസരിച്ച് നമുക്ക് ഒരുക്കി തരാൻ വേണ്ടിയുള്ള സർവ്വ സാഹചര്യങ്ങളും കാലം ഒരുക്കുന്നു, ഈ സ്പന്ദം ഒരുക്കുന്നു. അങ്ങനെ ഇവിടെ രാമാഭിഷേക വിഘ്നം, അതിന് ആസ്പദമായുള്ള സൂക്ഷ്മ ലോകങ്ങളിലെ ഭൂർലോക സ്വർലോകങ്ങളിലെ, സ്വർലോകത്തിലാണല്ലോ ദേവന്മാർ, അവർ ചെന്ന് വാണി ഭഗവതിയോട് പറയുന്നു, അമ്മ ഇരിക്കുന്നത് സത്യലോകത്തിലാണ്, അവിടെ ചെന്ന് പറയുന്നു. അങ്ങനെ ഈ ലോകങ്ങളുടെ ഈ ബന്ധം ഈ സംഭവവുമായിട്ട് നേരിട്ടിവിടെ കാണിച്ചു തരികയാണ്. ഇത് വെറും ഒരു ഭാവനയല്ല, ഇത് വേദാന്ത ശാസ്ത്രമാണ്. അനേകം മഹാശാസ്ത്ര ഗ്രന്ഥങ്ങളിലൂടെ നമ്മുടെ ആചാര്യന്മാർ നമുക്ക് വിശദീകരിച്ചു തന്നിരിക്കുന്ന ശാസ്ത്രത്തെയാണ് കാര്യകാരണങ്ങളെല്ലാം
കഥാരൂപത്തിൽ വ്യക്തമാക്കിക്കൊണ്ട് വാൽമീകി മഹർഷിയും എഴുത്തച്ഛനും നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. അങ്ങനെ സരസ്വതി മന്ധരയുടെ നാവിൽ വിളങ്ങി. മന്ധര കണ്ടു രാജ്യത്തിൽ വലിയ ആഘോഷം. എന്താ ഇത് എന്ന് അന്വേഷിച്ചപ്പോഴേക്കും കാര്യം മനസ്സിലായി. മന്ധര കൈകേയി കുഞ്ഞായിരുന്നപ്പോഴേക്കും എടുത്തുകൊണ്ട് നടന്നവളാണ്. കേകയത്തിൽ അവിടെ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഒരു പരിചാരികയായിരുന്നു മന്ധര. കൈകേയിയെ എടുത്തുകൊണ്ട് നടന്നു, വളർത്തി. കൈകേയിയോട് വളരെ വാത്സല്യമാണ് കൈകേയിക്ക്, മന്ധരയോടും അങ്ങനെ തന്നെ. അങ്ങനെ ഉള്ള ആളിന് ധാത്രി എന്ന് പറയും. അങ്ങനെയുള്ള ധാത്രിമാർ പലരുണ്ട്. കൈകേയിയുടെ വിവാഹം കഴിഞ്ഞ് കൈകേയി ഇങ്ങോട്ട് വരുമ്പോഴേക്കും മന്ധര ഉൾപ്പെടുന്ന ധാത്രിമാരെയും കൈകേയിയുടെ സുഖ സൗകര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് കേകയൻ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അങ്ങനെ മന്ധര ഇവിടെയാണ് കൈകേയി അയോധ്യയിൽ വന്നത് തൊട്ട്. ഇത്രയും നാൾ കാര്യങ്ങളെല്ലാം വളരെ മംഗളമായി സുഖകരമായി നടന്നു. ഇപ്പോഴിതാ രാമാഭിഷേകം നടക്കാൻ പോകുന്നു. കൈകേയിക്ക് അത് വിപരീതമായി തീരും എന്ന് മന്ധര മുൻകൂട്ടി കാണുകയാണ്. കൈകേയിക്ക് ഇതൊന്നും അറിഞ്ഞില്ല, രാമാഭിഷേക വൃത്താന്തം അറിഞ്ഞില്ല. അറിഞ്ഞാലും കൈകേയി സന്തോഷിക്കുകയുള്ളൂ. പക്ഷേ മന്ധര കൈകേയിയുടെ ഭാവിയെ വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് സുരക്ഷിതമാക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവളാണ്. അവൾ ഉടനെ തന്നെ ഓടി വന്ന് പറഞ്ഞു, അല്ലയോ കൈകേയി, നീ അറിഞ്ഞില്ലേ, ഏറിയൊരാപത്ത് വന്നെടുത്തു നിനക്ക്. വലിയൊരാപത്ത് താ നിന്റെ സമീപത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് നീ അത് മനസ്സിലാക്കുന്നില്ല. എന്താ ആപത്തെന്നറിയോ? രാമാഭിഷേകം നാളെയുണ്ട്. രാമൻ നാളെ യുവരാജാവാകും, അത് കഴിഞ്ഞാൽ മഹാരാജാവുമാകും. രാജ്യം മുഴുവൻ രാമൻ അധീനമാകും. അല്ലയോ കൈകേയി, ഇത് നിനക്കൊരിക്കലും ശുഭകരമല്ല, നിനക്ക് വിപത്താണ്. ഇങ്ങനെ മന്ധര പറഞ്ഞപ്പോഴേക്കും കൈകേയി അതുവരെ തൻ്റെ കട്ടിലിൽ സുഖമായിട്ട് വിശ്രമിക്കുകയായിരുന്നു. അവിടെ നിന്ന് ചാടി എണീറ്റു സന്തോഷത്തോടു കൂടിയിട്ട്. എന്നിട്ട് ദിവ്യങ്ങളായിരിക്കുന്ന ആഭരണങ്ങൾ, ദേവലോകത്ത് നിന്നിട്ട് സമ്മാനമായി കിട്ടിയതാണ് ആ ആഭരണങ്ങൾ. ദേവന്മാർ ദശരഥനും കൈകേയിക്കും കൊടുത്ത ആഭരണങ്ങൾ. ആ ആഭരണങ്ങളിൽ ഏതാനും ചിലതെടുത്ത് ഈ സന്തോഷവൃത്താന്തം തന്നെ അറിയിച്ചതിന് മന്ധരയ്ക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് മന്ധരയോട് പറഞ്ഞു, നീ പറഞ്ഞിരിക്കുന്നത് ദുഃഖവൃത്താന്തം അല്ല, ആപത്തിൻ്റെ സന്ദേശം അല്ല. നീ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ഭാഗ്യത്തിൻ്റെ, പരമഭാഗ്യത്തിൻ്റെ സന്ദേശമാണ്. എന്നുടെ രാമകുമാരനോളം പ്രിയം എന്നുള്ളിൽ ആരെയുമില്ല മറ്റോർക്ക നീ. എൻ്റെ ഉള്ളിലെ എനിക്ക് ഏറ്റവും പ്രിയ ആരോടെന്നറിയോ? എൻ്റെ രാമകുമാരനോടാണ്. ഇത്രയേറെ സ്നേഹം രാമനോട് ഈ ലോകത്തിൽ ആർക്കും ഇല്ല. എനിക്ക് എത്രമാത്രം സ്നേഹം രാമനോടുണ്ട് എന്നുള്ളത് രാമനും അത്രേ അറിയൂ, വേറെ ആർക്കും അറിയില്ല. അത്രയുമല്ല, ഭരതനേക്കാൾ മമ പുത്രനാം രാമനെ സ്നേഹം എനിക്കേറും. എൻ്റെ കുഞ്ഞ് എന്ന് ലോകം അറിയുന്നത് ഭരതകുമാരനെയാണ്. എൻ്റെ പുത്രനാണവൻ. പക്ഷേ ആ ഭരതനോട് എനിക്കുള്ളതിനേക്കാൾ ഏറെ വാത്സല്യം രാമനോടാണ്. രാമനാണ് എൻ്റെ മകൻ. ആ പുത്രനെയാണ് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നത്. രാമൻ്റെ മനോഭാവവും അതുതന്നെ. രാമനും കൗസല്യ ദേവിയേക്കാൾ എന്നെ പ്രേമമേറും നൂനം. ഇല്ലൊരു സംശയം, രാമനെ പ്രസവിച്ചത് ദേവിയായ കൗസല്യയാണ്. അത് ലോകത്തിൽ എല്ലാവർക്കും അറിയാം. എങ്കിലും രാമന് കൗസല്യയോടുള്ളതിനേക്കാൾ സ്നേഹം എനിക്കാണ് എന്ന് എല്ലാവർക്കും അറിയാം. അത്ര വലിയ സ്നേഹബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. എനിക്ക് ഇത് ഉത്സവത്തിൻ്റെ മുഹൂർത്തമാണ്. നീ വന്ന് എന്നെ എൻ്റെ ജീവിതത്തിലെ പരമഭാഗ്യത്തെയാണ് അറിയിച്ചിരിക്കുന്നത്. നിനക്ക് ഈ ആഭരണങ്ങളൊക്കെ ഇരിക്കട്ടെ. മന്ധര അത് വാങ്ങിച്ചില്ല, തട്ടിക്കളഞ്ഞു. ദേഷ്യം, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. എന്നിട്ട് മന്ധര പൊട്ടിത്തെറിച്ചു. രാജാവ് നിന്നെ വഞ്ചിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു മന്ധര ഉപജാപത്തിൻ്റെ തന്ത്രങ്ങളെല്ലാം എടുത്തു. ആ തന്ത്രങ്ങൾ പ്രയോഗിച്ചു. രാമനോട് അങ്ങേയറ്റം സ്നേഹമുള്ള കൈകേയിയുടെ മനസ്സിനെ ഇളക്കി മറിച്ചു. എന്നിട്ട് കൈകേയിയോട് പറഞ്ഞു, രക്ഷപ്പെടാൻ നിനക്കിനിയൊരു മാർഗമുണ്ട്. നിന്റെ മകനെ രക്ഷപ്പെടുത്താനും മാർഗമുണ്ട്. രാമൻ രാജാവായാൽ
രാജ്യം ലക്ഷ്മണനാണ് അവകാശപ്പെടുക. തുടർന്ന് ഭരതൻ കൊട്ടാരത്തിൽ നിന്ന് തന്നെ പുറത്തായി പോകും. അവൻ അല്ലെങ്കിൽ രാമൻ്റെ അടിമയായി ഇവിടെ കഴിയേണ്ടി വരും. കൗസല്യയായിരിക്കും പിന്നെ ഈ നാട് മുഴുവൻ നിയന്ത്രിക്കുക. നിന്റെ സപത്നിയാണവൾ. അവൾ നിന്നോട് പല പ്രകാരത്തിലും ഉപദ്രവം പ്രവർത്തിച്ചു എന്ന് വരും. ഇങ്ങനെയൊക്കെ പറഞ്ഞ്, ദുഷ്ടബുദ്ധികൾക്ക് എന്തും പറയാലോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൈകേയിയുടെ മനസ്സിനെ ഇളക്കി. കൈകേയി എന്ത് ചിന്തിച്ചു? പഥ്യം ഇതൊക്കെ തനിക്കെന്ന് കൽപ്പിച്ച് ചിത്തമോഹേന കോപാലയം മേവിനാൾ. ഇതൊക്കെ തനിക്ക് ഏറ്റവും നല്ല കാര്യമാണ് എന്ന് ചിന്തിച്ചു. മനസ്സ് നേരെ വിപരീതമായിട്ട് മാറി. രാമനോടുള്ള സ്നേഹം രാമനോടുള്ള കടുത്ത വിദ്വേഷമായിട്ട് മാറി. എന്നിട്ട് മന്ധര പറഞ്ഞ പ്രകാരത്തിൽ കോപാലയത്തിലേക്ക് പോയി. കോപിച്ചിരിക്കുമ്പോഴേക്കും റാണിക്ക് ഇരിക്കാനുള്ളതായ സ്ഥലമാണ് കോപാലയം. അവിടേക്ക് പോയി. ദശരഥൻ തന്നെ കാണാൻ വരും. രാജ്യകാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ കുറേ ഏറെ രാജ്യകാര്യങ്ങളുണ്ട്, കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് തന്നെ വരും. അപ്പോൾ രാജാവിനെ മന്ധര പറഞ്ഞ പ്രകാരത്തിൽ രാജാവിനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് അഭിഷേകം ഭരതന് നടത്തണം. രാമനെ ഇപ്പം തന്നെ ഈ രാത്രി തന്നെ കാട്ടിലേക്ക് അയക്കുകയും വേണം. ദേവലോകത്തിൽ വച്ച് മഹാരാജാവ് കൈകേയിയോട് പറഞ്ഞതായ ആ വാക്ക്, 2 വരം ചോദിച്ചുകൊള്ളൂ തരാമെന്ന് പറഞ്ഞ വാക്ക്, എനിക്കിപ്പോൾ അത് വേണ്ട, അങ്ങയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്നാണ് അന്ന് കൈകേയി പറഞ്ഞൊഴിഞ്ഞത്. കാരണം പ്രത്യേകിച്ച് ഒരു വരവും കൈകേയി ആഗ്രഹിക്കുന്നില്ല. എല്ലാ സൗഭാഗ്യങ്ങളും മഹാരാജാവ് തനിക്ക് തരുന്നുണ്ട്. ഇനി എന്തിനു പ്രത്യേകിച്ചൊരു വരം? എങ്കിലും വേണ്ട എന്ന് പറഞ്ഞാൽ അത് നിഷേധമാകും. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞില്ല. അങ്ങയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, എനിക്ക് ആവശ്യമുള്ളപ്പോൾ എനിക്ക് ചോദിച്ചു കൊള്ളാമല്ലോ എന്ന് സൽബുദ്ധി കൊണ്ട് പറഞ്ഞു വെച്ചതാണ്. മന്ധര കൈകേയിക്ക് ഉപദേശിച്ചു കൊടുത്തു. കൈകേയി ഇത് മറന്നിരിക്കായിരുന്നു. നീ ആ വരങ്ങൾ ചോദിക്കണം. അത് എന്തൊക്കെ വരങ്ങൾ ചോദിക്കണം പറഞ്ഞു കൊടുത്തു. അത് ചോദിക്കാൻ തയ്യാറായിരിക്കുകയാണ്. ഇവിടെ കിളിമകൾ പാടും, ശിഷ്ടനായുള്ളവനെന്നിരിക്കലും ദുഷ്ടസംഘം കൊണ്ട് കാലാന്തരത്തിനാൽ സജ്ജന നിന്ദ്യനായി വന്നുകൂടും ദൃഢം. എത്ര നല്ലവനായിരുന്നാലും, നല്ലതേ ചിന്തിക്കൂ, നല്ലതേ പ്രവർത്തിക്കൂ എന്നിരുന്നാലും ദുഷ്ടജനങ്ങളോടൊപ്പം കൂടിപ്പോയാൽ അവരുടെ ദുഷ്ടമായ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളുമെല്ലാം ക്രമേണ സ്വാധീനിച്ചിട്ട് കടന്നു കയറിയിട്ട് മറ്റുള്ളവർക്ക് നിന്ദാപാത്രമായി തീരാൻ പാകത്തിനുള്ളതായ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ ആയി തുടങ്ങും. അങ്ങനെ ഹീനകർമ്മങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. അതിനാൽ ദുർജന സംസർഗം ഏറ്റവും അകലവേ വർജിക്ക വേണം പ്രയത്നേന സൽപ്പുമാൻ. ഇതാണ് വളരെ ഉറക്കത്തിൽ ഉറച്ച് കിളിമകൾ നമ്മെ പാടിക്കേൾപ്പിക്കുന്നത്. മഹാരാജാവായ ദശരഥൻ രാമാഭിഷേകത്തിന് വേണ്ടിയുള്ള സംഭാരങ്ങളെല്ലാം ഒരുക്കാൻ കൽപ്പനയിട്ടു. അതെല്ലാം അവിടെ ഗംഭീരമായിട്ട് നിമിഷമാത്രം കൊണ്ട് തയ്യാറായി. എല്ലാം അങ്ങേയറ്റം സുഭദ്രം. ഇനി എന്തു വേണം? ഈ വൃത്താന്തം കേട്ടാൽ അങ്ങേയറ്റം സന്തോഷിക്കുന്നത് കൈകേയിയാണ്. ദശരഥനറിയാം. രാമാഭിഷേകം നടന്നു കാണാൻ ആഗ്രഹിക്കുന്നത് കൈകേയിയാണ്. അപ്പോൾ ഈ വൃത്താന്തം താൻ പറഞ്ഞു തന്നെ കൈകേയി അറിയണം. അതിനു വേണ്ടിയിട്ട് ദശരഥൻ നേരെ കൈകേയിയുടെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്നു. അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു സംഭവം. കൈകേയി അവിടെ കാണുന്നില്ല. എപ്പോഴും കൈകേയി തന്നെ പ്രതീക്ഷിച്ച് അവിടെ ഇരിക്കുക. കൈകേയി അവിടെ ഇല്ല. എവിടെയെന്ന് അന്വേഷിച്ചപ്പോഴേക്കും കോപാലയത്തിലാണ് എന്നറിഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കാര്യങ്ങളെല്ലാം ആകെ കുഴപ്പത്തിൽ. കൈകേയി വളരെ ദേഷ്യപ്പെട്ടിട്ടാണ് മഹാരാജാവിനോട്. ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. മഹാരാജാവ് പറഞ്ഞു, കൈകേയി നീ എന്തിന് ഈ പ്രകാരത്തിൽ ദേഷ്യപ്പെടുന്നു, ഈ പ്രകാരത്തിൽ കരയുന്നു? അതിനു വേണ്ടിയിട്ട് യാതൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ലല്ലോ. ഏറ്റവും സന്തോഷകരമായൊരു സന്മുഹൂർത്തം ഇതാ വരാൻ പോവുകയല്ലേ. അപ്പോൾ അത് സന്തോഷിക്കുന്നവരും ഇങ്ങനെ എന്തുകൊണ്ട് ചോദിച്ചു. നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞാനത് നടത്തി തന്നിട്ടുണ്ടല്ലോ.
ഇനി എന്തു വേണം നീ പറ, ഞാൻ നടത്തി തന്നിരിക്കും, ഉറപ്പായി നടത്തി തന്നിരിക്കും. ദശരഥൻ പറഞ്ഞു കൈകേയിയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങ് സത്യപ്രതിജ്ഞനാണല്ലോ, എങ്കിൽ എന്നോട് ദേവലോകത്ത് വെച്ച് എന്നോട് ഉറപ്പായി പറഞ്ഞ ആ 2 വരങ്ങൾ അത് ഞാനിതാ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, തരും എന്നങ്ങ് പറയുക. ചോദിച്ചുകൊള്ളൂ, തരും എന്ന് ദശരഥൻ. കൈകേയി പറഞ്ഞു, എന്നതിലൊന്ന് രാജ്യാഭിഷേകം ഭവാൻ ഇന്ന് ഭരതന് ചെയ്യണമെന്നതും, ഇന്ന് ഭരതനെ യുവരാജാവായിട്ട് അങ്ങ് അഭിഷേകം കഴിക്കണം. പിന്നെ മറ്റേത് രാമൻ വനവാസത്തിന് ഇന്നു തന്നെ ഗമിക്കണമെന്നുള്ളതും. ഇത്രയേ ഉള്ളൂ. ഈ 2 വരങ്ങൾ അങ്ങ് തരണം. ഇത് കേട്ട് രാജാവ് ഇടിവെട്ടേറ്റ പോലെ മോഹാലസ്യപ്പെട്ട് നിലത്ത് വീണു. എന്താ കാരണമെന്ന് മനസ്സിലാവുന്നില്ല. കുറെ നേരം കഴിഞ്ഞ് അദ്ദേഹത്തിന് ഓർമ്മ വന്നപ്പോഴേക്കും അദ്ദേഹം കൈകേയിയോട് കരഞ്ഞു ചോദിച്ചു, എന്താ നീ ഇങ്ങനെ ചോദിക്കുന്നത്? കൈകേയി തൻ്റെ പിടിവാശിയിൽ തന്നെ രാജാവ് പറഞ്ഞു, ഭരതന് രാജ്യം വേണം എന്ന് ദേവി അഭ്യർത്ഥിക്കുകയാണെങ്കിൽ, ദേവി ആജ്ഞാപിക്കുകയാണെങ്കിൽ ഞാൻ ഭരതനെ രാജാവായി അഭിഷേകം ചെയ്യാം. പക്ഷേ രാമൻ അതിന് കാട്ടിൽ പോകണം എന്നുണ്ടോ? രാജാവ് ചോദിച്ചു. പക്ഷേ രാമൻ കാട്ടിൽ പോവുക തന്നെ വേണം, അന്ന് തന്നെ പോകണം എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു കൈകേയി. രാജാവിന് രാമനെ കാട്ടിൽ അയക്കാൻ പറ്റൂല. രാജാവിന് കൈകേയിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളതായ വരം തരില്ലെന്ന് പറയാനും പറ്റൂല. 2 വിപരീതമായി നിൽക്കുകയാണ്. 2-1 ലംഘിച്ചു കഴിഞ്ഞാൽ സത്യവിരോധമായി തീരും. അപ്പോൾ എന്തു വേണം? രാജാവ് ചിന്തിച്ചു. ഒന്നിനും ഒരു തീരുമാനമെടുക്കാനും സാധിക്കുന്നില്ല. രാജാവ് മോഹാലസ്യപ്പെട്ട് വെറും നിലത്ത് വീണു.